അപ്പോൾ ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആവേശം, സർ, താങ്കളുടെ വോട്ടവകാശം വിനിയോഗിച്ചു അല്ലേ? വിരലിൽ മഷി പുരട്ടി. ഇന്ന് എന്താണ് താങ്കളുടെ ചിന്തകൾ? താങ്കൾ കണ്ടിട്ടുള്ള മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും വ്യത്യാസമുള്ളതാണോ? ഇല്ല, ഞാൻ പല തെരഞ്ഞെടുപ്പുകളിലും നിന്നിട്ടുണ്ട്, ഞാൻ പല തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയാണ്. ഞാൻ കരുതുന്നു നന്നായി പ്രവർത്തിക്കാൻ ഒരു ഗവൺമെന്റിനെ കണ്ടെത്തുക എന്നതാണ് ആശയം. കൂടാതെ ആളുകൾ പുറത്തു വന്ന് വോട്ട് ചെയ്യുകയും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്യുക. കൂടാതെ നടപടിക്രമം വളരെ ലളിതവും വളരെ കാര്യക്ഷമവുമാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ചിന്തകൾ എന്തെല്ലാമാണ്? ആദ്യമായി വോട്ട് ചെയ്യുന്നയാൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾ മാധ്യമങ്ങളെ പിന്തുടരാറുണ്ടോ? ഒരു പരിധിവരെ അത് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു ജനാധിപത്യത്തിലെ ഒരു പൗരയെന്ന നിലയിൽ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് അതെ, നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് അമൃത എന്നാണ്. ഞാൻ എൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കി ഞാനിപ്പോൾ ഇവിടെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുകയാണ്. അപ്പോ മാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ കുടുംബവുമായി, മകളുമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ടോ? അവളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അവൾ നിലനിർത്തണമെന്ന കാര്യത്തിൽ അവൾക്ക് വലിയ താല്പര്യമുള്ളതായി തോന്നുന്നു. വളരെ അവളിൽ തന്നെയും അവളുടെ ചിന്തകളിലും ഒതുക്കി സ്വാധീനിക്കപ്പെടാതെ. ഞാൻ കരുതുന്നു ഞാനൊരു വിദ്യാഭ്യാസ പ്രവർത്തകയാണ്. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെങ്കിലും സത്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ ഏറ്റവും ശരിയായ അളവുകോൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെ അത്തരത്തിൽ വളർത്തണം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുമായി തർക്കിക്കാനോ സംവാദങ്ങൾ നടത്താനോ ഉള്ള ഒരിടം നൽകണം. എനിക്ക് കൂടുതൽ അറിയാമെന്ന് ഞാൻ ഒരിക്കലും കരുതുകയില്ല, പക്ഷേ ഞാൻ തീർച്ചയായും ഞങ്ങൾ വളരെ ബഹളമുള്ള ഒരു കുടുംബമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ശക്തമായ കാഴ്ചപ്പാടുകളും പാടുകളുണ്ട്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ വ്യത്യാസങ്ങളെ അംഗീകരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് വായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരും എപ്പോഴും പരസ്പരം ഏതെങ്കിലും ലേഖനം അയച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ, ഞങ്ങൾക്ക് പിന്തുടരാനോ വായിക്കാനോ വേണ്ടി. പിന്നെ എനിക്ക് തോന്നുന്നത് അവൾ പറഞ്ഞതുപോലെ അറിഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അവള് വോട്ട് ചെയ്യാൻ വരണമെന്ന് അവൾക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ എനിക്കുണ്ടായിരുന്നത് പോലെ. എനിക്ക് തോന്നുന്നത് നമുക്ക് 21 വയസ്സാകുമ്പോൾ ആ വോട്ടിംഗ് കാർഡ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഷീറ്റിൽ നമ്മുടെ പേര് വരുമ്പോൾ അതൊരു ഭാഗ്യമാണെന്നാണ്. ആ വോട്ട് രേഖപ്പെടുത്തുന്നത് ഒരു ഭാഗ്യമാണ്. എല്ലാ വർഷവും 7:30 ഞങ്ങൾ അത് ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നു. വാവ്, അതെ. അതുകൊണ്ട് എനിക്കിത് വൈകാരികമാണ്. കാരണം അവൾ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ്, ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഭർത്താവും കൂടെയുണ്ട്. അതുകൊണ്ട് ഇത് വൈകാരികമാണ്. ശരി, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ബഹളങ്ങളുമുണ്ട് അല്ലേ? അതൊരു നല്ല കാര്യമാണോ? ഞാൻ ഉദ്ദേശിച്ചത്, കാരണം ഒരു തരത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാൻ സാധിക്കുന്നു. തീർച്ചയായും ഒരുപാട് ബഹളങ്ങളുമുണ്ട്. അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു സാർ? അറിയാമോ, എൻ്റെ പ്രായത്തിൽ സോഷ്യൽ മീഡിയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് നോക്കി ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക. ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയയിലെ ഓരോ കാര്യവും നിങ്ങൾക്കുള്ള ഒരു വിവരമാണ്. അതിനെ വിവേചന ബുദ്ധിയോടെ കാണാൻ കഴിയണമെന്നാണോ? എനിക്ക് തോന്നുന്നത് അത് നല്ലതാണെന്നാണ്. കാരണം വോട്ടിംഗ്, ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജനാധിപത്യം, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സംഭാഷണങ്ങളെ സുഗമമാക്കുന്നു. ഒരു ജനാധിപത്യത്തിൽ അതാണ് വേണ്ടത്. നിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനായി നിങ്ങൾക്ക് വിവരങ്ങൾ ആവശ്യമാണ്. എൻ്റെ മുന്നിൽ ഇവിടെ 3 തലമുറകൾ ഉള്ളതുകൊണ്ട് ഓരോ തലമുറയുടെയും മുൻഗണനകൾ യഥാർത്ഥത്തിൽ വളരെ സവിശേഷവും വ്യത്യസ്തവുമാണോ? നിങ്ങൾ എന്തു പറയുന്നു? അതെ എന്ന് ഞാൻ പറയും. ഒരിക്കലും അല്ല എന്ന് ഞാൻ പറയും. അതെ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ തീസിസ് ഇതിനെക്കുറിച്ചായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളൊരു പ്രത്യേക തലമുറയിൽപ്പെട്ട ആളാകുമ്പോൾ നിങ്ങളുടെ വോട്ടിങ്ങിനെ നിർവചിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ ഈ 3 പേരും ഒരേ കാര്യത്തിൽ യോജിച്ചേക്കില്ല. അത് ഞങ്ങൾ 3 വ്യത്യസ്ത തലമുറകളിൽപ്പെട്ടവരാണ് എന്ന വസ്തുതയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഗംഭീരം. ശരി, പുതിയ തലമുറകൾ വരുമ്പോൾ ആശങ്കകൾ മാറുമോ? അതെ, ആശങ്കകൾ മാറുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ലോകം സ്ഥിരമല്ല, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ മാറ്റങ്ങൾ വരും.